ഇന്നഹാ സൂറത്തു ശാഫിയ, ഇന്നഹാ സൂറത്തു ശാഫിയ. അത് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി വരുന്ന അധ്യായമാണെന്ന് പുണ്യനബി പറഞ്ഞു. ഉറക്കങ്ങട്ട് പറയും പുണ്യനബി. ഇത് എനിക്ക് മദ്രസയിലെ സ്കൂളിലെ ദർസിലെ ഉസ്താദ് പഠിപ്പിക്കേണ്ട വെച്ചപ്പോൾ ഞാനത് ഒരു സ്വപ്നം പോലെ കണ്ടിട്ടേ ഉള്ളൂ. സത്യത്തിൽ ഈ ഹദീസിന്റെ ജീവിതം എനിക്ക് എന്റെ ഹദീസ് അറിയാത്ത ഉമ്മയും വല്യമ്മയും പഠിപ്പിച്ചിട്ടുണ്ട്. ഉസ്താദ് പഠിപ്പിച്ച പലതും മറന്നുപോയി, ഉമ്മ പഠിപ്പിച്ചത് ഇന്നും മറന്നു നിൽക്കുക. ഇന്ന് വൈകുന്നേരം ഞാൻ ഇന്ന് മഗ്‌രിബിന് ശേഷം ഞാൻ എൻ്റെ വിദ്യാർത്ഥികളാണല്ലോ നിങ്ങൾ കുറച്ച് നേരത്തിനെങ്കിലും അത് എനിക്ക് നിങ്ങളോട് പറഞ്ഞൂടെ, ഒരഹങ്കാരമല്ല. ഇന്ന് മഗ്‌രിബിന് ശേഷം ഞാൻ തബാറക്ക് ഓതിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. കാരണം അതിൻ്റെ ഉമ്മ പഠിപ്പിച്ചതാണ്, എൻ്റെ വല്യമ്മ പഠിപ്പിച്ച. നോക്കൂ, എൻ്റെ ഉസ്താദ് പഠിപ്പിച്ച പലതുണ്ട് മഹാവിജ്ഞാനങ്ങൾ. അതൊക്കെ എനിക്ക് ചിലതൊക്കെ എപ്പോഴും എടുത്തു നോക്കണം. ആ പാഠങ്ങൾ ഇതെനിക്ക് എടുത്തു നോക്കണ്ട, ഇതെന്റെ ചോര ചേർന്നതാ. മനസ്സിലായില്ലേ? മറക്കാൻ പാടില്ല എനിക്ക്, അത് മറക്കില്ല. ഇങ്ങോട്ട് നോക്ക്, 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 ഇങ്ങോട്ട് നോക്ക്. ചിന്തിക്ക്. സുരേഷ് ഗോപിയുടെയും മമ്മൂട്ടിയുടെയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശൈത്താന്റെയും രാവും പകലും ഈ റിമോട്ട് കൺട്രോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന ഈ ഉമ്മയിൽ നിന്ന് ഇന്നത്തെ പുതിയ ജനറേഷന് എന്താ പഠിക്കാനുള്ളത്? എന്ത് പഠിക്കാനുള്ളത്? എന്ത് പഠിക്കും? ചിന്തിക്കണം. ഖുർആന്റെ ജനത 25 കൊല്ലം മുമ്പായിരുന്നു, ഇന്ന് ഖുർആൻ പഠിച്ച ജനതയാവുന്നു. ഖുർആൻ പഠിച്ച ജനതയെ ഒന്നിനും കൊള്ളൂല. ഖുർആൻ പഠിക്കുകയല്ല വേണ്ടത്, ഖുർആൻ പ്രവർത്തിക്കുകയാവുന്നു. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ ഈ പറയുന്ന ആൾ തന്നെയാണ് ഞാൻ. ഇതിലൊക്കെ എഴുതിയ അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ. നിങ്ങളത് പറയാവോ കാസിമി? ഈ ഖുർആൻ പഠനത്തെ നിങ്ങൾ നിരുത്സാഹപ്പെടുത്തണോ കാസിമി എന്ന് ഞാൻ ഇപ്പൊ അങ്ങനെ പറയാണ്. കേവലമുള്ള പഠനത്തിന്റെ വ്യായാമങ്ങൾ നിർത്തണം, അതല്ല വേണ്ടത്. സ്വഹാബികൾ പറഞ്ഞു, ഇദാ തഅല്ലംനാ അശ്റ ആയാത് ലം നുജാവിസുഹുന്ന ഹത്താ നഅമല ബിഹിന്ന. ഒരു 10 ആയത്ത് പഠിച്ചാൽ അത് പ്രവർത്തിച്ചു ബോധ്യപ്പെട്ട് ശരീരം വഴക്കിയാലല്ലാതെ അടുത്ത ആയത്ത് ഞങ്ങൾക്ക് ഇറങ്ങാറില്ല, പഠിക്കാറില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മനസ്സിലാവണില്ലേ? ഇതൊന്നും ഉറങ്ങി കേൾക്കരുത്. മനസ്സിലായിട്ടില്ലേ? ഇതങ്ങോട്ട് കേറതിന്റെ ഉള്ളിലേക്ക്. ഒരു 10 ആയത്ത് ഞങ്ങൾക്ക് ഇറങ്ങിയാൽ അത് ഞങ്ങൾ പഠിച്ച് പ്രവർത്തിച്ച് ശരീരം വഴക്കിയിട്ടല്ലാതെ അടുത്തൊരായത്ത് ആകാശത്തുനിന്ന് ഇറങ്ങിയിട്ടില്ല. ആര് പറഞ്ഞു? ഇബ്നു മസ്ഊദ്. ആരാണ് ഇബ്നു മസ്ഊദ്? എനിക്കൊന്ന് ഖുർആൻ ഒരു തരുവെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ട മഹാനാണ് അദ്ദേഹം. മനസ്സിലായില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനോടാണ് പറഞ്ഞത്, എനിക്ക് നിങ്ങളൊന്ന് ഖുർആൻ ഓതി തരുമോ? ഞാൻ ഓതി തരികയോ നബിയെ? ഖുർആൻ ഇറങ്ങിയതുടനെ അങ്ങയിലേക്കല്ലേ നബിയെ? ഞാനെങ്ങനെ ഓതി തരണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വെച്ചു. നബിയോട് തിരിച്ചു വെച്ചു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു. പുണ്യ നബി പറഞ്ഞു, എനിക്ക് നിങ്ങളെപ്പോലത്തെ ഒരാളിൽ നിന്ന് അത് കേൾക്കാൻ കൊതിയ, നിങ്ങളൊന്ന് ഓതി തരി, നിങ്ങൾ ആ ഓത്തിയാണത് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഓതി സൂറത്തുൻ നിസാ ഓതി വന്നിട്ട് എന്നായത്തിറങ്ങിയപ്പോൾ ആയത്തിന്റെ അവിടെ എത്തിയപ്പോൾ പുണ്യനബി പൊട്ടിക്കരഞ്ഞു. ആരോദിയപ്പോൾ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അത്രയും മഹാനാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ മനുഷ്യൻ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞു. മൈക്ക് ശ്രദ്ധിക്ക്. ഫസ്റ്റ് ഫോമിലേക്ക് മൈക്ക് കൊണ്ടുപോവാ. ശ്രദ്ധിക്ക്. ചിന്തിക്കണം. ഇത് കൽബിലൊക്കെ അങ്ങോട്ട് കയറണം. ഇതങ്ങോട്ട് കയറണം. ഇതൊരേർപ്പാടല്ല. ഇതിന് എന്റെ കൽബിൽ നിന്ന് നിങ്ങളെ കൽബിലേക്ക് എത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ചിന്തിക്കണം. ആരാ ഇബ്നു മസ്ഊദ്? മുണ്ടല്ലേ, അങ്ങോട്ട് നോക്ക്.
അവ്വലു മൻ ജാഹറ ബിൽ ഖുർആൻ, ലോകത്താദ്യമായി പരസ്യമായ ഖുർആൻ ഓതിയത് റസൂലാ. കഅബാലയത്തിലെ ഞാൻ കഅബാലയത്തിലേക്ക് ചാരി നിന്നു. എന്നിട്ട് ഓതി അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഓതി ആര്? സയ്യിദുനാ ഇബ്നു മസ്ഊദ്. ആ മഹാനാണ് പറഞ്ഞത് ഖുർആൻ പഠിക്കുന്ന രീതി ഈ ഇന്നത്തെ അക്കാദമിക്കൽ രീതിയല്ല, പ്രവാചക രീതി. നമ്മൾ പഠിക്കണം. പഠിക്കൂ പഠിക്കൂ എന്നല്ല പറയേണ്ടത്, പ്രവർത്തിക്കൂ പ്രവർത്തിക്കൂ എന്ന്. പഠിച്ചവർക്ക് പ്രവർത്തിക്കാൻ ഒരു പ്രതിബദ്ധതയും ഉണ്ടായില്ല. പഠനങ്ങളുടെ വ്യായാമവും പഠനങ്ങളുടെ കമ്പ്യൂട്ടറൈസേഷനുമായി ഒരു ജനറേഷൻ ഇന്ന് തകർന്നു കിടക്കുകയാണ്. നമുക്കിത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവണില്ലേ? അല്ലാഹു ബോധം തരട്ടെ. അവിടേക്ക് നമ്മൾ മടങ്ങണം. അമലില്ല എന്റെ ഇൽമ, അമലുമായി ബന്ധപ്പെടാൻ എന്റെ ഇൽമ നമ്മൾ ചിന്തിക്കണം. എന്റെ ഉമ്മയാണ് എന്റെ ഉപ്പ, എന്റെ ഉമ്മയാണ് എന്റെ ഇൽമിന്റെ പിതാവ്, എന്റെ ഉസ്താദ്, എന്റെ വല്യമ്മ. വിശേഷ ദിവസങ്ങളിൽ ഒരു യാസീൻ 3 ആക്കും. തബാറക്ക് ഓതണം. ഓതാത്തവർക്ക് ഇല്ല, ചോറില്ല. അങ്ങനെ ഓതും. മുഅ്മിനീങ്ങളെ അല്ലാഹു ബോധം തരട്ടെ. അൽവാഖിയ ഓതിയലിന്റെ ഫളലിന്റെ ഹദീസ് ഞാൻ പഠിച്ചത് പിന്നെയും 10-15 കൊല്ലങ്ങൾക്ക് ശേഷം. എന്നാൽ അൽവാഖിയ ദായിമാക്കിയത് വീട്ടിൽ നിന്നാണ്. പിന്നെ പഠിച്ചപ്പോ മനസ്സിലാക്കി അൽവാഖിയ മന ഖറഅ സൂറത്തുൽ വാഖിയ കുല്ല ലൈലത്തിൻ ലം തുസിബുഹു ഫാഖത്തുൻ അബദാ. അൽവാഖിയ ഓടുന്ന ആൾക്ക്, അൽവാഖിയ നിത്യമായി ഓടുന്ന ഒരു വ്യക്തിക്ക് ദാരിദ്ര്യം ബാധിക്കുകയില്ലെന്ന് പുണ്യനബി പറഞ്ഞിരിക്കുന്നു. ഒരു കുട്ടിക്ക് വേണ്ട ധനതത്വവും നൽകിയത് മുഹമ്മദ് നബി തന്നെ. മനസ്സിലായില്ല? കാരണം ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ എന്ത് വേണ്ടേ? നിങ്ങൾ ഇന്ന കൂടെ ഒന്ന് വരേ. മനസ്സിലായില്ലേ? എന്ത് വേണം? ധനം വേണം. ധനം വേണമെന്ന് പറയുന്നത് ധനം വേണമെങ്കിൽ കാട്ടുപോയിക്കോളൂ. ധനം വേണം. ധനമല്ലാതെ ജീവിക്കാൻ കഴിയില്ല. വെറുതെ കള്ളസൂപ്പിയാണ്ട. കഴിയൂല. മനസ്സിലാവണില്ലേ? കഴിയും. ولا تؤتوا السفهاء أموالكم التي جعل الله لكم قياما. ആയത്തിന്റെ വരവ് നോക്കണം കേട്ടോ. ആയത്തിന്റെ വരവ് നോക്കണം കേട്ടോ. ഞാൻ ഓതുന്ന ആയത്തിന്റെ വരവ് നോക്കണേ, ശ്രദ്ധിക്കണം. ولا تؤتوا السفهاء أموالكم التي جعل الله لكم قياما. നിങ്ങൾക്ക് നിലനിൽപ്പിന് ആധാരമാക്കി തന്ന ധനം എന്നാ പറഞ്ഞത്. മനസ്സിലായില്ല? നിങ്ങൾക്ക് നിലനിൽപ്പിനെ ആധാരമാക്കി തന്ന ധനം. അപ്പൊ ധനം നിലനിൽപ്പിന്റെ ആധാരമാണ്. ധനം ഉണ്ടാവണം, അല്ലെങ്കിൽ നടക്കൂല. പൈസ വേണം. അല്ലാഹു നമുക്ക് തരട്ടെ, ഹലാലായത് തരട്ടെ. നോക്കൂ, ധനതത്വം നമ്മൾ പഠിച്ചത് പുണ്യനബിയിൽ നിന്നാണ്. അതാണ് നമ്മുടെ ധനകാര്യ നേതാവ്. അല്ലാതെ ഇന്നത്തെ നമ്മുടെ ധനകാര്യ വകുപ്പല്ല. ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചതിന് പിറ്റേ ദിവസം മനോരമയുടെ ഹെഡിങ് നിങ്ങൾ കണ്ടോ ആവോ? തൊട്ടു തൊട്ടില്ല എന്നായിരുന്നു. വേണ്ട, മനസ്സിലായില്ല? അങ്ങനെയായിരുന്നു. തൊട്ടു കോമ തൊട്ടില്ല, അങ്ങനെയാണ്. തൊട്ടു തൊട്ടില്ല എന്നാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ബജറ്റ് അവതരിപ്പിച്ചതിന് പിറ്റേ ദിവസം മനോരമയുടെ ഹെഡിങ് തൊട്ടു തൊട്ടില്ല എന്ന്. ഇത് തൊട്ടതൊന്നുമല്ല, ഇതങ്ങോട്ട് ഇറക്കിയത് തന്നെയാണ്. നമ്മുടെ ധനകാര്യ വകുപ്പിന്റെ നേതാവ് ആരാ? പുണ്യനബിയാ. ധനകാര്യ വകുപ്പ് മേല. അതാ നമ്മളെ മൊലാളി. നമ്മളെ മൊലാളി അതാണ്. നമ്മളെ മൊലാളിനെ കേൾക്കണ്ടേ? നമ്മളെ മൊലാലിനെ പറ്റി പറഞ്ഞോട്ടെ. മൊലാലിനെ പറ്റി ഒരു വാക്ക് പറയട്ടെ. ഒന്ന് പറയും മനുഷ്യന്മാരെ. നിങ്ങൾക്ക് മൊലാലിനെ പറ്റി കേൾക്കാൻ പോകുന്നില്ലേ? ബാക്കി
ബാക്കിയുള്ളവരൊക്കെ വെറുതെ മൂക്കുപൊടി ലേശം കൂടി അങ്ങോട്ട് തരിപ്പ് കയറിയാല് പുറത്തിറക്കാൻ പൈസ ഉള്ള ഒരാളൊന്നും ഈ ലോകത്തില്ല. തിരിഞ്ഞില്ല. മൂക്കുപൊടി ഒന്ന് പറയും മനുഷ്യന്മാരെ, ഒരു മൂക്കുപൊടി ഒന്നങ്ങോട്ട് അങ്ങനെ കയറ്റിയ പൊടി ലേശം കൂടി അങ്ങോട്ട് കയറിയാൽ അത് ഇറക്കാൻ മാത്രം പൈസ ഉള്ള ഒരാൾ ഇപ്പോ ദുനിയാവിൽ ഇല്ല. പിന്നെ തമ്മിൽ ഭേദം തൊമ്മെന്ന് പറയും. മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കെന്ന് പറയണ പോലെയാണ് നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ കയ്യിൽ അവിടെ ഇവിടെയൊക്കെ 4 ഉറുപ്പ്യ കണ്ടപ്പോ നമ്മൾ മൊലാളി എന്ന് പറഞ്ഞ് പിന്നാലെ കൂടിയതാ. അവരൊന്നും മൊലാളിയല്ല, അവരൊക്കെ പാവങ്ങളാ. അരമൊലാളി ഏറ്റവും വലിയ മൊലാളിയാണ്. കുടുംബത്തിന് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ധനം വേണം. ധനം തരേണ്ടവനാരാ? അല്ലാഹു. അപ്പൊ അവൻ അത് ഡിപ്പെൻഡ് ചെയ്താൽ ഒരു പോപ്പുണ്ട്. അതെന്റെ വല്യമ്മ പഠിപ്പിച്ചതാണ്, എന്റെ ഉമ്മ പഠിപ്പിച്ചതാണ്. എന്റെ ഉസ്താദ് പിന്നെ എനിക്ക് അരീത് ഓതി തന്നു മാത്രം. അരീതൊക്കെ ഞാൻ അനുഭവിച്ച് പഠിച്ചതിന് ശേഷം പിന്നെ അങ്ങനെ ഓതിപ്പോയിരുന്നേ ഉള്ളൂ. അത് ഞാൻ എന്റെ ചോര ചേർന്നതാ, രക്തം ചേർന്നതാ. എന്നും അത് ഓതാറുണ്ട്. ഇന്നത് ഓതാൻ നേരം കിട്ടിയില്ല, അപ്പോഴത്തെ നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടുവന്നു ഇന്നത് ഓതിയിട്ടേ കിടക്കൂ എന്നും ചെയ്യാറുണ്ട്. എനിക്കും വേണമല്ലോ ചക്രല്ലെങ്കിൽ. നമ്മള് പറയും മനുഷ്യന്മാരെ, ചക്രല്ലെങ്കിൽ വണ്ടി ഇറങ്ങൂല. ചക്രം വേണം. ചക്രം ഉണ്ട് ദാനം. അങ്ങനെ ഞാൻ അത്ര സാധുവൊന്നുമല്ല. അള്ളാഹു എനിക്ക് നല്ല നല്ല ചക്രം തന്നിരിക്കുന്നു. അള്ളാഹു വലിയ ഖനിയാണ്. അവന്റെ വാങ്ങുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അങ്ങനെയാണ് ചിന്തിക്കണം. മൊലാളിയത്തെ എന്റെ ഗോഡൌണ് നിറഞ്ഞു കിടക്കുകയാണ്. ഒരു സൂചി കയറ്റാൻ സ്ഥലമില്ല. മനസ്സിലായില്ല? ഒരു പുറത്തുനിന്നൊരു സൂചി കയറ്റാൻ പോലും എന്റെ ഗോഡൌണില് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? വേറൊരാളെ ഒരു സൂചി കൊണ്ടുവന്നിട്ട് എന്റെ ഗോഡൌൺ കയറ്റാൻ സ്ഥലമില്ലാത്തോണ്ടാണ് ഗോഡൌൺ നിറഞ്ഞെടുക്കുക. ഞാനൊരു നിശ്ചിത അളവില് ഇറക്കുന്നു എന്ന് മാത്രം. ഞാൻ കുറഞ്ഞ അളവിൽ ഇറക്കുന്നത് കണ്ടപ്പോ നീ വിചാരിച്ചു എന്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാ. ഞാൻ മഴ തരാത്തത് നീ വിചാരിച്ചു നീരാവി കഴിഞ്ഞ കൊല്ലത്ത് അത്ര കിട്ടിയിട്ടുണ്ടാവില്ല. മനസ്സിലാവില്ല. നമ്മളെ റേഷൻ വകുപ്പ് പറയും പോലെയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാ? നമുക്ക് വേണമെങ്കിൽ പറയാലോ, റേഷൻ വന്നിട്ടില്ല, മണ്ണെണ്ണ അടുത്ത ആഴ്ച വന്നിട്ട് തരാന്ന് റേഷനിങ് ഓഫീസർ പറയും പോലെ എന്നല്ല. ഞാനാരാലും يصيب به من يشاء يصرفه عن من يشاء يكاد سنا برقه ويصرفه عن من يشاء يكاد سنا برقه يذهب بالأبصار يقلب الله الليل والنهار إن في ذلك لعبرة لأولي الأبصار. മേഘക്കൂട്ടങ്ങളെ ഞാൻ അട്ടിവച്ചിരിക്കുകയാവുന്നു. അട്ടിയിട്ടിരിക്കുക. വേഗം എത്താം. ഞാൻ ഇറക്കിത്തരാത്തത് എന്റെ കണക്കനുസരിച്ച് ഇറക്കുന്നു മാത്രം. ഞാൻ മുതലാളി തന്നെയാ. ആര് പറഞ്ഞു? ഓർക്കാനോട് പറയും. ആര് പറഞ്ഞു? ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ. ഒന്ന് പറയും മനുഷ്യന്മാരെ. ഒരു കഥ പറഞ്ഞിട്ടില്ല, ഒരു കഥ പറഞ്ഞൂടെ? പറയട്ടെ. അങ്ങനെ OV വിജയൻ പറഞ്ഞ സാലഭഞ്ജികമാരുടെ കഥയൊന്നുമല്ല, പുണ്യനബി പറഞ്ഞ ഒരു കഥ സല്ലല്ലാഹു അലൈഹി വസല്ലം. പറയാണ്. സാലഭഞ്ജികമാരുടെ കഥയല്ല, MTയുടെ കാലത്തിന്റെ കഥയല്ല. ഞാൻ പറയുന്നത് മുസ്തഫ നബിയുടെ കഥ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ ഒരു സംഭവം ബുഖാരിയിലുമുണ്ട്, മുസ്ലിമിലുമുണ്ട്. പറയാണ്. പിന്നെ കഥ കേട്ടില്ല എന്നുള്ള പ്രശ്നം ഉണ്ടാവും. പറയട്ടെ. എന്റെ ഒപ്പം ഉണ്ടല്ലോ അല്ലേ? നേരം വൈകിയോ?
നേരം വൈകുന്നാണ് എനിക്ക് തോന്നുന്നത്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ തരട്ടെ. നമ്മളെല്ലാവരും കുട്ടികൾ മുണ്ടലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കല്ല. എൻ്റെ അടുത്തേക്ക് എന്നെ നോക്ക്, നാളെ വർത്താനം പറയാം. ഇന്ന് എൻ്റെ അടുത്തേക്ക് എന്നെ നോക്ക്, ഇന്ന് 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 എൻ്റെ അടുത്തേക്ക് നോക്ക് കുറച്ചു നേരം. അള്ളാഹു എന്നെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഞങ്ങളോട് കൽപ്പിക്കല്ല, കൽപ്പിക്കാന്നെങ്കിൽ ഒരു ഉസ്താദ് എന്ന നിലക്കാണ് കൽപ്പിക്കുക. ഉസ്താദിന് കൽപ്പിച്ചൂടെ? ആ നിലക്കാണ്. നമ്മളൊക്കെ നന്നാവണം. നമുക്ക് ഈ ബഹളവും ഈ നാടകമൊക്കെ നിർത്തിയിട്ട് ഒരു മുഅ്മിനായി ജീവിക്കാൻ പറ്റണം. ഈ കാണുന്ന ബഹളങ്ങളൊന്നും അല്ല ദീൻ എന്ന് പറയുന്നത്. അത് മനസ്സിന്റെ വിളിച്ച അതങ്ങോട്ട് കിട്ടിയാൽ അത് കിട്ടിയാൽ അപ്പവന് ജനങ്ങൾക്ക് ഇടയിൽ വെളിച്ചം കൊണ്ട് നടക്കാൻ കഴിയും. എവിടെ ഇരുട്ടുണ്ടാവും, ആ ഇരുട്ടിന്റെ നടുവിൽ അവൻ വെളിച്ചമായി നടക്കും. ആര്? ഈമാൻ ലഭിച്ചവൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഭൂമിയിൽ എവിടെയും എന്തായിരിക്കും? വെളിച്ചായിരിക്കും. അവൻ നടക്കുന്നിടത്തൊക്കെ എന്തുണ്ട്? ഭൂമിയിൽ എല്ലായിടത്തും ഇരുട്ടുണ്ടാവും, അവൻ നടക്കുന്നിടത്ത് വെളിച്ചുണ്ടാവും. അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ ചത്ത് കിടക്കുന്നവന് ഹിദായത്തിലൂടെ ജീവൻ നൽകി. എന്നിട്ട് ജനങ്ങൾക്കിടയിൽ വെളിച്ചമായി, വെളിച്ചത്തിന്റെ സ്രോതസ്സായി നടക്കാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അത് പറയാണ്, ഔഫ് ബിൻ മാലിക് എന്നൊരു സ്വഹാബി ഉണ്ടായിരുന്നു മദീനയിൽ റളിയല്ലാഹു അൻഹു. ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുമുണ്ട്, മുത്തഫഖുൻ അലൈഹി. പറയാനട്ടാ ശരിക്കണട്ടാ. കുടുംബത്തിന്റെ ബേസാ പറയുന്നത്, കുടുംബത്തിന്റെ ബേസ്. പെണ്ണുങ്ങൾ വർത്താനം പറയരുത്, പെണ്ണുങ്ങൾ വർത്താനം പറയുന്നത്. കുട്ടികളെ ശ്രദ്ധിക്കുക. ഒന്ന് രാജകുട്ടിയാജി ഒന്ന് നോക്കി, അവിടെ ആരെങ്കിലും വല്ല വർത്താനം പറയുന്നവരോട് ഒന്ന് നോക്കി, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്ക്. ഇതായി പറഞ്ഞത് ഒന്ന് ശ്രദ്ധിക്ക്. ഔഫ് ബിൻ മാലിക് എന്നൊരു സ്വഹാബി ഉണ്ടായിരുന്നു റളിയല്ലാഹു. അദ്ദേഹം ഒരു സാധുവായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ സാലിമായിരുന്നു കുടുംബം നോക്കിയിരുന്നത്. മനസ്സിലാവുന്നില്ലേ? സാലിം ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം ഒരു ഗ്രാമവാസികൾ സാലിമിനെ പിടിച്ചു, ശത്രുക്കൾ. മനസ്സിലായോ? കുടുംബത്തിന് ധനത്തിന്റെ ആകെ ആശ്രയം സാലിം അധ്വാനിച്ചു കൊണ്ടുവരുന്നതുകൊണ്ട് കുടുംബം ജീവിച്ചിരുന്നത്. എന്താണ് സ്വഹാബിയുടെ പേര്? ഇബ്നു ഹലാൽ, ഔഫ് ബിൻ മാലിക്. ഔഫിന്റെ മകനാണ് ആര്? സാലിം ഇബ്നു ഔഫ്. മറക്കരുത്, ബുഖാരിയിലുമുണ്ട്, മുസ്ലിമിലും. ഞാനിപ്പോ ഈ പറഞ്ഞതിന് ഒരു അടിക്കലിനൊരു ചരിത്രം കൊണ്ട് ഞാനത് അങ്ങോട്ട് കൂട്ടാണ്. മനസ്സിലാവണില്ലേ? ഖുർആൻ അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പ്രഭാഷണത്തിന്റെ ഇടയിൽ അങ്ങനെ ചരിത്രം കയറ്റും. എന്തിനെ കാര്യം ഉറപ്പിക്കാൻ. മനസ്സിലാവണില്ലേ? എന്നതുപോലെ അല്ലാഹു നമുക്ക് ഖുർആനോട് ഇത്തിബാഅ് തൗഫീഖ് ചെയ്യട്ടെ. ശരി, സാലിം ഇബ്നു ഔഫ് ആയിരുന്നു മകൻ. ബാപ്പാന്റെ പേര് ഔഫ് ബിൻ മാലിക്. അദ്ദേഹമായി മകൻ സാലിമായിരുന്നു കുടുംബം നോറ്റിയിരുന്നത്. സാലിം ഈത്തപ്പന തോട്ടങ്ങളിലും മറ്റൊക്കെ അധ്വാനിക്കും, കഷ്ടപ്പെട്ട് അധ്വാനിക്കും. അതുകൊണ്ടൊക്കെ ആയിരുന്നു കുടുംബം അങ്ങനെ പുലർന്നു വന്നിരുന്നത്. ബാപ്പ ഉമ്മവും അത്ര ആരോഗ്യമില്ലാത്ത പാവങ്ങളായിരുന്നു. അങ്ങനെ ആയിരുന്നു ജീവിച്ചിരുന്നത്. മനസ്സിലാവണില്ലേ? അങ്ങനെ ഒരു ദിവസം മകനായ സാലിമിനെ ഒരു ശത്രുഗോത്രം പിടിച്ചു. റസൂലുള്ളാഹിന്റെ വേണ്ട ചില ഉപകാരങ്ങൾ ഇങ്ങനെ ചെയ്ത് മരുഭൂമിയിൽ പ്രവാചക നീക്കത്തിനെതിരെയുള്ള നീക്കങ്ങൾ അന്വേഷിക്കുന്നതിനിടയിൽ റസൂലുള്ളാഹി ചാരൻ എന്ന രൂപത്തിൽ ശത്രുക്കൾ പിടിച്ചു. ആരെ? സാലിമിനെ റളിയല്ലാഹു അൻഹു. മറക്കരുത് കേട്ടോ. മനസ്സിലാവണില്ലേ? സാലിമിനെ പിടിച്ചപ്പോ വീട് പട്ടിണി. ഔഫ് കുഴങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞു സാലിമിനെ വിട്ടില്ല. അപ്പോൾ ഔഫ് റസൂലുള്ളാഹിന്റെ അരികിൽ വന്നു. സല്ലല്ലാഹു. മനസ്സിലാക്കാട്ടോ, വളരെ പ്രധാനപ്പെട്ട. ഞാനിപ്പോ പറഞ്ഞതിന്റെ ഇന്നെ ഒരു ചരിത്രം കൊണ്ട് ഞാൻ പൂട്ടാണ്. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. മനസ്സിലാവണല്ലേ പറഞ്ഞത്? എവിടെയാണ് എന്റെ വല്യമ്മ, നിങ്ങളെ വല്യമ്മയൊക്കെ നിങ്ങളെയൊക്കെ വല്യമാരല്ലേ? അങ്ങനത്തെ ധർമ്മികളായ വല്യമാർ നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഇല്ലേ? ഉള്ളവരൊന്ന് പറയും. ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, എനിക്ക് എന്റെ അനുഭവം അല്ലേ അറിയൂ. നിങ്ങളൊക്കെ വീടുകളിൽ ഉണ്ടായിരുന്നു. അവരൊക്കെ ഖുർആന്റെ ജനതയായിരുന്നു. ഖുർആന്റെ അക്ഷരം അവർക്കറിയില്ല, ഖുർആന്റെ അർത്ഥം ഒന്നും അറിയില്ല. പക്ഷെ അവർ ഖുർആൻ കൊണ്ട് ജീവിച്ചവരായിരുന്നു. അള്ളാഹു അവർക്കും നമ്മയും ജന്നാത്തുൽ നഈമിൽ ചേർക്കട്ടെ. ഔഫ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുടെ അരികിൽ വന്ന സല്ലല്ലാഹു നബിയോട് പറഞ്ഞു, നബിയേ പട്ടിണി, വിഷമം, കുടുംബത്തിൽ പോകാൻ വയ്യ. സാലിമായിരുന്നു കുടുംബം പോറ്റിയിരുന്നത്. രക്ഷയില്ല. ശ്രദ്ധിക്കും. അറിയില്ലേ, ഈ ഫോട്ടോ എടുക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തൊരു കളിയാണല്ലോ പഠിച്ചവനെ. നിങ്ങളെ ഇവിടുന്നല്ലേ ഈ ഫോട്ടോത്തിന്റെ ഉപകരണമൊക്കെ ഇപ്പം ഞങ്ങളെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് കയറ്റി വിടുന്നത്. നിങ്ങൾ ഈ ഫോട്ടോ എടുക്കുന്ന ആളുകളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു മനുഷ്യന്മാർ. ശ്രദ്ധിക്കണില്ലേ?
ഇങ്ങോട്ട് വരെ ഇത് എന്നെ കിട്ടുള്ളൂ, നാളെ ഇതിന്റെ രൂപ കിട്ടുക, അതിന്റെ അതുകൊണ്ട് കാര്യമല്ല, ഇത് കിട്ടി ഇതിലേക്ക് ഇങ്ങോട്ട് വരി. കാസറ്റ് കണ്ടുപിടിച്ചതും ആംപ്ലിഫയർ കണ്ടുപിടിച്ചതിന് ശേഷം ഇസ്ലാമിലേക്ക് വളരെ കുറഞ്ഞ ആളുകളാണ് വന്നത്. എന്നാൽ വയറിൽ ഒച്ചയിൽ നടന്നതൊക്കെ ആംപ്ലിഫയർ കണ്ടുപിടിച്ചതിന് ശേഷമാണ്. ആംപ്ലിഫയർ കണ്ടുപിടിച്ചതിന് ശേഷം ഇസ്ലാമിലേക്ക് വന്നവർ വളരെ കുറവാണ്. ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്നത് ഏകദേശം ആംപ്ലിഫയർ കണ്ടുപിടിക്കണതിൻ്റെ ഒന്ന് പറയും മനുഷ്യന്മാരെ മുമ്പാണ്. അതെല്ലാം കൂടി ഞാൻ ഇപ്പം പറയണില്ല, നിങ്ങൾക്ക് ആലോചിക്കാൻ ഞാൻ വിട്ടുതന്നിട്ട് വിടുകയാണ്. ചിന്തിക്കണം. ഔഫ് ഇബ്നു മാലിക് നബിയുടെ അരികിൽ വന്ന് പറഞ്ഞു, നബിയെ വീട്ടിൽ പോകുമ്പോ ദാരിദ്ര്യം, വീട്ടിൽ വിഷമം, അതിന് പുറമെ ഭാര്യ ഇരുന്നിട്ട് കരയാ, ഉമ്മു സാലിം ഇരുന്നിട്ട് കരയാ, നബിയെ വീട്ടിൽ പോകാൻ വയ്യ, അവളെ കരച്ചിലെനിക്ക് കാണാൻ വയ്യ, ദാരിദ്ര്യവും കഷ്ടപ്പാടും, സാലിമില്ലാത്തതുകൊണ്ട് വീട് പട്ടിണിയാ, വിഷമാണ്, ഇതിന് പരിഹാരം ഉണ്ടാക്കണം. ഫഖാല ഹബീബ് പറഞ്ഞു, ശ്രദ്ധിക്കണം. ഇത് കേട്ടപ്പോ സാലിമേ പരിഹാരമുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. നിങ്ങൾ ഭാര്യയും ഭർത്താവും ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ പെരുപ്പിക്കുക, പ്രശ്നം പരിഹരിക്കുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ്, അതവർ പെരുപ്പിച്ചു. ഭാര്യയോട് ഭർത്താവിനോട് പറഞ്ഞയച്ചു, പ്രശ്നം പരിഹരിക്കും, എല്ലാം പരിഹരിക്കും. അക്സിറു അക്സിറു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. നോക്കൂ, അല്ലാഹുവിലേക്കുള്ള ആശ്രയത്തെ മുതലാളിയെ ആശ്രയിക്കുക. മുതലാളി ചിന്തിക്കണം. ഇത് ഉമ്മ പഠിപ്പിക്കണം, ഇത് ഉമ്മാന്റെ വിജ്ഞാനം. വളരെ ചിന്തിക്കണം. ഔഫും ഔഫിന്റെ ഭാര്യയും ഉപ്പയും ഉമ്മയും വീട്ടിലിരുന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. സാലിമിനെ കൊണ്ടുപോയ ഗോത്രങ്ങൾ എന്ത് ചെയ്തു? ഒരു രാത്രി അവർ കള്ളു കുടിച്ചു. ഒരു സംഘം ആളുകൾ കള്ളുടിച്ചു. അപ്പോൾ മറ്റവരോട് പറഞ്ഞു, സലീം വലിയ വിളവനാണ്, നിങ്ങൾ ഇന്ന് കുടിക്കണ്ട, നിങ്ങൾക്ക് നാളെ കുടിക്കാം, അപ്പൊ ഞങ്ങൾ നാളെ ഉണർന്നിരിക്കാന്ന് പറഞ്ഞ് സലീമിനെ നോക്കണം. സാലിം ഭയങ്കര പോക്കിരിയാ, റസൂലുള്ളാഹിന്റെ ചാരനായിരുന്നു. ആര്? സാലിം ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഭയങ്കര ആരോഗ്യം. കള്ളുടിച്ചു. ഒരുപാട് കള്ളുടിച്ചൊക്കെ ലോഡായത് കണ്ടപ്പോ സാലിം അങ്ങോട്ട് എണീറ്റാട് വീശി. ആരെ? കള്ളുടിയന്മാരെന്നെ വീശണ? എന്തൊരു മനുഷ്യന്മാർ! കള്ളുടിയന്മാര് വീണ് കിടക്കല്ലേ, അവരെന്നെ വീശേണ്ട ആവശ്യമുണ്ട്. ആരെ വീശി? കാള് ആട്ടിച്ചാണ് വീഴ്ച ശരിയാക്കി, ഒറ്റപ്പാച്ചിൽ. മനസ്സിലാവണ്ട. സാലിം ഇറങ്ങി ഓടി. കുറച്ച് ദൂരെ ഓടിയപ്പോ സാലിമിന് തോന്നി, അങ്ങനെ ഓടാൻ പറ്റൂലല്ലോ, മടങ്ങി. മനസ്സിലാവണ്ട. അതേ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു. അവരുടെ ആട്ടുകൂട്ടത്തിനെ അങ്ങോട്ട് തെളിച്ചു, ഒട്ടകക്കൂട്ടത്തെ. ഇവരേതായാലും കിടക്കാം. മനസ്സിലായില്ല. 4000 ആടുകളും 100ഓളം ഒട്ടകങ്ങളും. 50 ഒട്ടകം ഒരു വിഭാഗത്തിലുണ്ട്, 100ഓളം വേറൊരു വിഭാഗത്തിലുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? 4000 ആടുകളും 100ഓളം ഒട്ടകങ്ങളും തെളിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് വന്നു. മദീനയിൽ വന്നു. ഔഫിന്റെ വീട്ടുപടിക്കൽ നേരം വിളിക്കുമ്പോഴത്തിന് ഒട്ടകങ്ങളുടെയും ആട്ടിന്റെയും കരച്ചിൽ, ആകെ ബഹളം. ഔഫിന് ബേജാറായി. സാലിം വരണമെന്നല്ലേ വിചാരിച്ചിട്ടുള്ളൂ. സാലിം ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ആ ഗ്രാമവാസികളെ മുഴുവനും നിങ്ങൾ പറയും. 4000 ആട് എന്ന് പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ 8000 ആടാ. 8000 ആട് എന്ന് പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ 16000 ആടാ. 16000 ആട് എന്ന് പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ 32000 ആടാണ്. അത് 6 മാസം കഴിഞ്ഞാൽ 64000 ആണ്. പിന്നെ 128 ആണ്. അല്ലേ? അങ്ങനത്തെ അല്ലേ? അഫ്ഖറുന്നാസായ ഔഫിന്റെ കുടുംബം ഒരു രാത്രി കൊണ്ട് അഗ്നന്നാസ് ഒരാൾമാരായി. ഔഫിന് ബേജാറായി. ഇതെന്ത് പഠിച്ചോനെ, സാലിം വന്നാ പോലെ എന്തിനാ ആട്? നബിയുടെ അരികിലേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔഫ് ഓടി വരുന്നത് കണ്ടപ്പോ ചിരിച്ചിട്ട് പറഞ്ഞു, ഔഫെ, നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ എനിക്ക് ആയത്ത് ലഭിച്ചിരിക്കുന്നു.
ഒട്ട ഗനീമത്ത് വരെ ആർക്കും കൊടുക്കണ്ട, ഒറ്റക്ക് എടുത്തു പറഞ്ഞു. മനസ്സിലായില്ല? യുദ്ധത്തിൽ എന്നെ ആണെങ്കിൽ വേറുള്ളവർക്ക് ഗനീമത്ത് ഓരി കൊടുക്കണം. ഇത് നിനക്ക് ഒറ്റ കാണുക. എന്റെ എവിടുന്ന ഇത് കിട്ടിയത്? ഇനി മടങ്ങി ഇനി ചാനലിലേക്ക് മടങ്ങി വരി. എവിടുന്ന ഇപ്പൊ ഇത് കിട്ടിയത്? എവിടുന്ന ഇത് കിട്ടിയത്? അങ്ങോട്ട് പറ. ഇത് പെരുപ്പിക്കുന്ന ഉമ്മമാര് വല്യമ്മമാര് നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നു. അല്ലാതെ ഈ രാവിലെ രാത്രി ഉണ്ണുകയും രാവിലെ തൂറുകയും ചെയ്യുന്ന മന്ത്രിമാരുടെ ധനമായിരുന്നില്ല സമൂഹത്തിന്റെ ആണിക്കല്ല്. അള്ളാഹുവിലുള്ള വിശ്വാസമായിരുന്നു. മറ്റൊരു കമ്മ്യൂണിസം എന്ന് പറയും. പ്രത്യക്ഷതയിൽ നിന്ന് ലാഭം നേടൽ കമ്മ്യൂണിസമാണ്. മുസ്ലിം പ്രത്യക്ഷയിൽ നിന്ന് ലാഭം നേടൽ. മുസ്ലിമീങ്ങളും ആരോടും പറയണ്ട, മുസ്ലിമീങ്ങൾ ഒരു നിലക്ക് കമ്മ്യൂണിസ്റ്റുകളാ. ആരോടും പറയണ്ട. കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാര് അല്ലാത്തവരും ഇങ്ങോട്ട് പറയാണ്. ഇങ്ങോട്ട് പറയേ, ആരോട് പറയണ്ട. മനസ്സിലായില്ലേ? മുസ്ലിമീങ്ങളും ഒരു നിലക്ക് കമ്മ്യൂണിസ്റ്റുകളാണ്. അങ്ങനെയാണ്. പ്രത്യക്ഷതയെ ഡിപ്പെൻഡ് ചെയ്യൽ കമ്മ്യൂണിസാ. മോമിൻ അങ്ങനെയല്ല. അല്ലദീന യുമിനൂന ബിൽ ഗൈബ്, പിന്നെയാണ് വയുഖീമൂന സ്വലാ. മനസ്സിലായോ? ആദ്യം വേണ്ടത് അല്ലദീന യുമിനൂന ബിൽ ഗൈബ്, അല്ലദീന യുമിനൂന ബിൽ ഗൈബ്. ഈ കർത്തന്റെ ഉള്ളിലിരിക്കുന്ന പെണ്ണുങ്ങൾ നന്നാവാതെ ഉമ്മത്ത് നന്നാവുകയില്ല. അവനാകട്ടെ ഏറ്റവും തകർന്നു പോവുകയും ചെയ്തു. നശിച്ചുപോയി എന്ന് പറഞ്ഞാൽ നശിച്ചുപോയി. അവരന്നാവാതെ ഒന്നും നന്നാവില്ല. അവർക്ക് അവരുടെ ഔറത്തിനെ കുറിച്ച്, എന്റെ മറിയമിനെ കുറിച്ച് പറഞ്ഞു. മറിയമിന്റെ കുട്ടിയല്ലേ? മറിയമിന്റെ കുട്ടിയാണല്ലോ. ആ മറിയമിന്റെ കുട്ടിയെ ദജ്ജാല് കണ്ടാല് ചൂളുമെന്ന് പറഞ്ഞില്ലേ? ആരാ മറിയം? ആരാ മറിയം? ആരാ? വമറിയം ബിനത ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹാ. ഗുഹ്യസ്ഥാനത്തെ സൂക്ഷിച്ചവരാ. നോക്കൂ, ഗുഹ്യസ്ഥാനം എന്നത് സത്യത്തിൽ ഒരവയവമല്ല, ശരീരം മൊത്തമാണ്. പുതിയ ഭാഷ പറയട്ടെ, ഉറങ്ങുന്നുണ്ടാ? ഞാൻ ഇപ്പൊ ഒരു പുതിയ വിളവങ്ങളോട് പറഞ്ഞു. ഗുഹ്യസ്ഥാനം എന്ന ഒരവയവമല്ല, ശരീരം മൊത്താണ്. അങ്ങനെയാണ്. എന്തുകൊണ്ട്? തെളിവ് പറയാം. കുറച്ചങ്ങണ്ട് ലേശം സ്വാതന്ത്ര്യം തരും കേട്ടോ. അപ്പൊ ഞാൻ തെളിവ് പറയുള്ളൂ. മനസ്സിലാവണില്ലേ? ഗുഹ്യസ്ഥാനം എന്നത് കേവലം ഒരവയവമല്ല, ഒരവയവം അതിന്റെ കേന്ദ്രമാണ്. ഇവിടെ മുതൽ കാൽപാദം വരെയുള്ള അവയവമാണ് സത്യത്തിൽ അത്. എന്തുകൊണ്ട്? ഹബീബായ നബി പറഞ്ഞത് സിനൽ ഐനി, സിനൽ ഉസ്നി, സിനൽ ഫമി, സിനൽ ലിസാനി, സിനൽ യദി, സിനൽ ഖൽബി, സിനൽ റിജ്ലി. സിന ഗുഹ്യസ്ഥാനത്തിലൂടെ നടക്കുന്നതാണ്. ഉറങ്ങരുത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാ? ചിന്തിക്ക്. പാർശോന് ഇതിന്റെ മേലെ തന്നത് തിന്നാനല്ല. ഇവിടെ ഒരു സാധനം, അതാണ് സാധനം, അതാണ് സ്വർഗത്തിന്റെ മാർഗം, അതാണ് സ്വർഗത്തിന്റെ മാർഗം. അതു തന്നെയാണ് നരകത്തിന്റെയും മാർഗം. ഉറങ്ങുന്നുണ്ടാ? الذين يذكرون الله قياما وقعودا يتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ചിന്ത സ്വർഗത്തിന്റെ മാർഗമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അഖൽ തന്നെയാണ്. അഖൽ ഉപയോഗിക്കാതിരിക്കൽ നരകമാണ്. അതുകൊണ്ടല്ലേ വലഖദ അളല്ല മിൻകും ജിബില്ലൻ കസീറ.
അഫലം തകൂനു തഅഖിലൂന ഹാദിഹി ജഹന്നം. നിങ്ങൾ എന്റെ ബുദ്ധി ഉപയോഗിക്കാഞ്ഞത് അതുകൊണ്ട് ഹാദിഹി ജഹന്നം. അതൊക്കെ മനസ്സിലാവണില്ലേ? അക്കൽ ഉപയോഗിച്ചാൽ സ്വർഗം. അക്കൽ ഖുർആൻ പറഞ്ഞ വഴിയിൽ ഉപയോഗിച്ചാൽ സ്വർഗം. അക്കൽ ഖുർആൻ പറഞ്ഞ വഴിയിൽ ഉപയോഗിക്കാതിരുന്നാൽ നരകം. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ചിന്തിക്കണം, 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 ചിന്തിക്കണം. പെണ്ണെന്നായാലും മറ്റുണ്ടാവും. പെണ്ണ് നന്നായാലേ നന്നാവും. നല്ല പെണ്ണിനാണ് നല്ല മോനെ കിട്ടിയത്. പെണ്ണെന്നാവണമെങ്കിൽ അവരുടെ ജീവിതം നന്നാവണം. മുഖ്യസ്ഥാനം സൂക്ഷിക്കണം. പെണ്ണ് മുഴുവനും ഔറത്താണെന്ന് പുണ്യനബി അങ്ങനെയല്ലേ പറഞ്ഞത്. മുഴുവനും ഔറത്താണെന്ന് പുണ്യനബി നമുക്ക് ബോധം തരട്ടെ. അത് വളരെ ചിന്തിക്കണം, വളരെ വളരെ ആലോചിക്കണം. പെണ്ണിന്റെ ഉത്തരവാദിത്തം ഒരു ഉമ്മത്തിന്റെ പുനരാവിഷ്കാരമാണ്. ഇനി ഒരു ഖാലിദ് ബിൻ വലീദ് ഉണ്ടായില്ലെങ്കിൽ, ഇനി ഒരു സലാഹുദ്ദീൻ ഉണ്ടായില്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിന് എണീറ്റ് നിൽക്കാൻ കഴിയില്ല. ഉണ്ടാവണം, ഉണ്ടാവണം. അല്ലാഹു തരട്ടെ, ഉണ്ടാവണം. അതിനാണ് പെണ്ണുങ്ങളെ നിങ്ങൾ നന്നാവണം എന്ന് പറഞ്ഞത്. നിങ്ങൾ നന്നാവാൻ ഉണ്ടാവില്ല. നിങ്ങൾ നന്നാവണം. നിങ്ങൾ നന്നാവാല സമുദായം നന്നാവൂല. പെണ്ണുണ്ടാവണം. പാപ്പയമ്മയും നന്നാവണം. പാപ്പയമ്മയും നന്നാവണമെങ്കിൽ കേവലം നന്നായാ പോരാ, മാതാവിന്റെയും പിതാവിന്റെയും ജീവിതമാണ് മക്കൾക്കുണ്ടാവുക. അതങ്ങനെ തന്നെയാവും. എനിക്കൊരു ചെറിയ കുട്ടി എൻ്റെ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. ചെറുപ്രായത്തിൽ ഈ കുട്ടി എന്ത് ചെയ്യുന്നു? ഈ കുട്ടി ഈ എന്തെങ്കിലും പിന്നെ സാധനങ്ങൾ കിട്ടിയാൽ അതിങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ ഭാഷയിൽ ഇങ്ങനെ ഒച്ചിടും. മനസ്സിലായില്ല? ഉറങ്ങുന്നുണ്ടാ? ഇങ്ങനെ കൂട്ടി കെട്ടിയിട്ട് അതിങ്ങനെ പിടിച്ചിട്ട് ഒച്ചിടും. മനസ്സിലായില്ല? അതൊന്ന് രണ്ട് പ്രാവശ്യം ഇതിൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നു. ഉറങ്ങുന്നുണ്ട് നിങ്ങള്? പെൺകുട്ടിയാണ്, എന്നാലും അതിൻ്റെ ഒരു കല നിങ്ങൾ ആലോചിക്ക്. അതിൻ്റെ ഉപ്പ ചെയ്യണ കണ്ടത് ഒന്ന് പറയും മനുഷ്യന്മാരെ. അതാണ്. അപ്പോൾ ഉപ്പയോടത് പിന്തുടരും. മനസ്സിലാവുണ്ടോ? അങ്ങനെയാണ്. അച്ഛൻ ഡോക്ടറാണെങ്കിൽ എന്തെങ്കിലും ഒരു വള്ളി കിട്ടിയാൽ അത് ചെവി തിരുകും കുട്ടി. കാരണം അല്ല, അങ്ങനെ തന്നെ അല്ലേ? അല്ലേ? ബാപ്പ 938 എന്ത് സംഭവിച്ചു? 964 എന്ത് സംഭവിച്ചു? 972 ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ പറയുന്ന ആളാണെങ്കിൽ കുട്ടിയും അങ്ങനെ പറയാൻ കുറച്ചൊക്കെ ശ്രമിക്കും. നിങ്ങളൊന്ന് പറയ്, എന്താ ഒരു ദേഷ്യമുള്ള മാതിരി? എല്ലാവരും ചിരിക്കണില്ല. അതിനും ചില കാരണങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്ത് സംഭവിച്ചു എന്ന് പറയുന്നവരൊക്കെ ഇവിടെ ഇടയിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലതാണ് ഒക്കെ നല്ലത് തന്നെയാണ്. ഒക്കെ വേണം. രാഷ്ട്രീയം വേണം. രാഷ്ട്രീയം അല്ലാതെ മുന്നോട്ട് പോകില്ല. ഞാൻ രാഷ്ട്രീയവാദിയല്ല, ഞാൻ രാഷ്ട്രീയവാദി തന്നെയാണ്. രാഷ്ട്രീയം ഇസ്ലാമികവൽക്കരിക്കണമെന്ന വിശ്വാസക്കാരനാണ്. അതിനാണ് എൻ്റെ ശ്രമവും അധ്വാനവും. അത് ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് നമുക്ക് വരണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാഫക്കത്തങ്ങളെയും പൂക്കോയത്തങ്ങളെയും രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് മടങ്ങി വരണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം. അത് മനുഷ്യന്റെ അനുകരണ വാസനയാണ്. അനുകരണത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. ആ അനുകരണം മാതാവിനെയും പിതാവിനെയും അനുകരിക്കും. അപ്പൊ അവരിൽ നിന്ന് സമൂഹത്തിന് നന്മയുണ്ടാവണമെങ്കിൽ, അവരിൽ നിന്നൊരു പുതിയ ജനറേഷൻ ഉണ്ടാവണമെങ്കിൽ കുട്ടികളെ കേവലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിപ്പിച്ചതുകൊണ്ടായില്ല. അവർക്ക് ആ മതബോധമുണ്ടാകണം. ഇത് വളരെ ചിന്തിക്കണം. ഇന്ന് നമ്മുടെ വീടുകൾ മുഴുവൻ സിനിമ കൊട്ടാരാണ്. സിനിമ എന്നതാണ് സത്യത്തിൽ എല്ലാത്തിന്റെയും തിന്മയുടെയും ആണിക്കല്ല് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാം മനുഷ്യരെ പഠിപ്പിച്ചത് സിനിമയാണ്. വളരെ നാശം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു 25 കൊല്ലം മുമ്പ് നമ്മളെ നാട്ടിലൊരു സിനിമക്ക് പോണ ആൾക്ക് പെണ്ണിട്ടിച്ചു കൊടുക്കൂല. 2-3 കാര്യ നിസ്കരിക്കോ കള്ളുടിക്കോ സിനിമക്ക് പോകുമെന്ന് അന്വേഷിക്കും. ഇല്ലേ? ഇന്നിപ്പോ അങ്ങനെ നിയമം വെക്കുകയാണെങ്കിൽ ഒരൊറ്റ കല്യാണവും അള്ളാന്റെ തൗഫീഖോട് കൂടെ കല്യാണത്തിന് ഞായറാഴ്ച വേറെ വല്ല പണിയെടുക്കാം. മനസ്സിലായില്ല? ഇന്ന് ഞായറാഴ്ച ഒരു ഒഴിവില്ല. ആർക്കും ഒഴിവില്ല. അംഗന്മാർക്ക് ഒഴിവില്ല, മൂല്യന്മാർക്ക് ഒഴിവില്ല, ഒരാൾക്ക് ഒഴിവില്ല. അങ്ങനെ തന്നെയല്ലേ ഈ ഒരൊറ്റ കാര്യം? എന്റെ മുഹമ്മദ് നബി പിന്നെ വന്നോ, അത് നിങ്ങൾ ചെയ്തോളി, പ്രശ്നമൊന്നും ഇല്ലട്ടാ എന്ന് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടാ?
സാരല്ല കേട്ടോ, അത് അന്ന് അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഇന്ന് ഞാൻ ഒന്നും കൂടി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതേ മുഹമ്മദ് നബി പിന്നെ ഒന്ന് നിങ്ങൾ പറയും മനുഷ്യന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. മുഹമ്മദ് നബി വന്നതുകൊണ്ടെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ അത് നമ്മൾ ജീവിതത്തിൽ സ്വാംശീകരിച്ചു. അതാ ഞാൻ പറഞ്ഞത്, ഖുർആന്റെ ശത്രുക്കൾ ഖുർആനെ പരാജയപ്പെടുത്താൻ ഉപകരിച്ച ഉപകരണങ്ങൾ ഇന്ന് ഖുർആന്റെ സഹായികളുടെ കൂടെയാവുന്നു. മൈക്ക് ശ്രദ്ധിക്കുക, അല്ലാതെ രക്ഷപ്പെടില്ല. അവിടെ മുസ്ലിം ഉമ്മത്ത് മാറണം. അള്ളാഹുവിലേക്ക് കുടുംബം, മാതാപിതാക്കൾ, റബ്ബിലേക്ക് മടങ്ങിപ്പോണം. അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങണം. ഒരാൾ ജനിച്ചാൽ, ഒരാളെ മരിച്ചാൽ അയാളെ അമരനാക്കുന്നത്, മരിക്കാനയാക്കുന്നത് 3 കാര്യമാണ്. അതിൽ പ്രധാനപ്പെട്ടത് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളല്ല, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹ മക്കളാണ്. പേച്ചു ഇതൊക്കെ പേച്ചിട്ടുണ്ട്. മക്കൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു സ്വീകരിക്കുമെന്നൊരു ഹദീസ് ഞാൻ കണ്ടിട്ടില്ല. പറയും മക്കൾ ഇങ്ങോട്ട് പറയൂ മനുഷ്യന്മാരെ, നിങ്ങൾ ഉണ്ടെങ്കിൽ പറയൂ. മക്കൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു സ്വീകരിക്കുമെന്നൊരു ഹദീസ് കണ്ടവരുണ്ടെങ്കിൽ എണീക്ക്, എണീക്ക്. അങ്ങനെ ഒരു ഹദീസില്ല. വവലദുൻ സാലിഹുൻ, നിശ്ചിത മക്കൾ. അങ്ങാടി കൂടെ തെണ്ടി അടക്കുന്ന അവനല്ല. വലദുൻ സാലിഹ്. അല്ലാഹുമ്മക്ക് ബോധം തരട്ടെ, അല്ലാഹുമ്മക്ക് ബോധം തരട്ടെ. നിങ്ങൾ ചിന്തിക്കണം, അല്ലാഹുമ്മക്ക് ബോധം തരട്ടെ, നിങ്ങൾ ചിന്തിക്കണം. വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. സാലിഹായ മക്കൾ ഉണ്ടാവണം. സാലിഹായ മക്കൾ ഉണ്ടാവണമെങ്കിൽ കുടുംബത്തെ ആ രൂപത്തിൽ സംവിധാനിക്കണം. പെണ്ണുങ്ങൾ അക്കാര്യം ശ്രദ്ധിക്കണം, മാപ്പമാര് ശ്രദ്ധിക്കണം, വളരെ ചിന്തിക്കണം. അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാകണം. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി 1 മിനിറ്റ് കൊണ്ട് പറയാം. അതുകൊണ്ട് ഈ മൊത്തം അവയവങ്ങൾ സൂക്ഷിച്ചവനെ മുഖ്യസ്ഥാനം സൂക്ഷിക്കാൻ കഴിയൂ. കണ്ണിനെ സൂക്ഷിക്കണം, നാവിനെ സൂക്ഷിക്കണം, ചെവിയെ സൂക്ഷിക്കണം. ഇതിലൂടെയൊക്കെ മുഖ്യസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കും. കാലിനെ സൂക്ഷിക്കണം, എല്ലാം സൂക്ഷിക്കണം, എല്ലാവരും സൂക്ഷിക്കണം. അതുകൊണ്ടാണ് എന്നൊക്കെ വിശുദ്ധ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നീട്ടി പറയുന്നില്ല, അവസാനിപ്പിക്കാം. ഞാൻ നീട്ടി പറയുന്നില്ല, നാളെയും പറയണ്ടല്ലേ. ധർമ്മത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോണം. ഏറ്റവും നല്ല പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ നീ അവളെ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കുന്നതാണ്. നീ അവളെ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കും. നീ അവളോട് കൽപ്പിച്ചാൽ അവൾ നിനക്ക് വഴിപ്പെടും. എന്നേൽപ്പിച്ചാൽ വഴിപ്പെടും. ഖുർആനെ ഖത്തം തീർക്കാതെ ഉറങ്ങരുതെന്ന് ആയിഷ ബീവിയോട് പറഞ്ഞു. ഒന്നും വേണ്ടിയില്ല. സത്യത്തിൽ ഖുർആൻ ഖത്തം നിർത്താന്ന് ഉറങ്ങാൻ കഴിയും? നിങ്ങളൊന്നും പറയണ്ട മനുഷ്യന്മാരെ, നിങ്ങൾ മനസ്സിലാവണില്ലല്ല. ഈ 3 വട്ടം കുല്ലുവല്ലാഹുവായിട്ട് ഓടിയാൽ മതി. ഒരു കുല്ലുവല്ലാഹുവായിട്ട് ഖുർആന്റെ 3/1. അതുകൊണ്ട് 3 വട്ടം ഓതിയാല് മൊത്തായതിന്റെ കൂലി കിട്ടും. ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ ഞാൻ വിചാരിച്ച ഖുർആൻ ഖത്തം തീർക്കുന്നതിന് പകരം 3 പറഞ്ഞു തരാനും പേടിയാണ്. എന്നാലും പറഞ്ഞാൽ പിന്നെ അയിമ കൂടും. അതല്ല, ചിന്തിക്കണം. ഹബീബായ നബി പറഞ്ഞു, ഖുർആൻ ഖത്തം തീർക്കാതെ ഉറങ്ങരുത്. ഒന്നും വേണ്ടിയില്ല. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോന്നാണല്ലോ തിരിച്ചു ചോദിക്കേണ്ടത്. അല്ല, അങ്ങനെ തന്നെയല്ല. കാരണം ഖുർആൻ ഖത്തം നിർത്താന്ന് ഉറങ്ങാൻ കഴിയാം. മനുഷ്യന്റെ ഉറക്ക കളയാനുള്ള പരിപാടിയാണല്ലോ എന്നല്ലേ പറയേണ്ടത്. വിരിപ്പിൽ വന്നിരുന്നിട്ട് ഖുർആൻ ഖത്തം തീർക്കണം എന്നാ പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞ് മടങ്ങി വന്നപ്പോ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമർത്തനെ ബിമാല ഉത്തിയൊക്കെ യാ റസൂലുള്ളാഹ്, കഴിയാത്തതാണ് അങ്ങ് കൽപ്പിച്ചതെന്ന് എനിക്ക് തോന്നാറ്. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഖ്റഇ സൂറത്തുൽ ഇഖ്ലാസ് 3 മററാത്ത് ഫഇന്നഹാ സൂറത്തുൽ ഖുർആൻ. ഞാൻ നിന്നോട് പറഞ്ഞത് 3 വട്ടം
കുല്ലല്ലാഹു അഹദ് ഓതാണെന്നാണ്. അത് സുലുസുൽ ഖുർആനാണ്. ഒരു വട്ടം ഓതിയ 1/3 കൂലിയാണ്. തരം ഘട്ടങ്ങളിൽ ഇപ്പൊ നമ്മൾ ഇവിടെ തുടങ്ങിയപ്പോ എന്ത് ചെയ്തല്ലോ, സന്നിഗ്ധത്താണ്. അതായത് ഒരു ഇപ്പൊ ഇവിടെ ഖുർആൻ കത്ത് നിർത്തിട്ട് പിന്നെ പരിപാടി തുടങ്ങിയ ഇന്നത്തെ പരിപാടി നടക്കും. അപ്പൊ ആ സന്നിഗ്ധ ഘട്ടത്തിൽ എന്ത് മതി? നിങ്ങൾക്ക് മനസ്സിലാണല്ലേ പറഞ്ഞത് എന്നർത്ഥം. ഒരു വിഷയത്തിലേക്ക് നമ്മൾ ഒരു ജനത, ഒരു ശത്രുവിനെ നമ്മൾ കണ്ടു, അവനോട് അഭിമുഖീകരിക്കുന്ന മുമ്പ് ഖുർആൻ നോടി ഫൈദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറ. അവന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവനിലേക്കാണ് കടക്കുന്ന മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു തവണ ഖുർആൻ ഖത്തം തീർക്കുക. ഖുർആൻ ഖത്തം തീർത്തവനെ അഭിമുഖീകരിക്കാൻ കഴിയോ? ഓൻ നമ്മൾ ഇങ്ങോട്ട് പാഞ്ഞു വരികയാണല്ലോ. അപ്പൊ ഇവിടെ ഒറ്റ മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും കുല്ലല്ല. നിങ്ങൾക്ക് മനസ്സിലാവണല്ലേ പറഞ്ഞത്? ഭയങ്കര പോയിന്റാണ് അതൊക്കെ. അതൊക്കെ ഒന്ന് പ്രവർത്തിച്ചു നോക്കൂ. മനസ്സിലാവണല്ലേ? ഒരു സദസ്സിലേക്ക് നമ്മൾ കയറി ചെന്നു, അവരേത് ശത്രു ആവാം. അവിടെ നമ്മൾ ഇറങ്ങി, നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ ഓഫീസിൽ കയറുന്നതിന് മുമ്പ് ഒരു ഇന്റർവ്യൂക്ക് കയറുക, ഒരു ഓഫീസിൽ കയറുക, ഒരു വിഭാഗത്തെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോവുക. അവർ പക്ഷെ നമ്മളെ നേരെ ചരിക്കാനുള്ള കൗമായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അവരിൽ നിന്നൊരു പക്ഷേ നമ്മൾ ഒരു വാക്കുകൊണ്ട് പെട്ടുപോയാൽ ഒരു ആയുസ് മുഴുവൻ അവരെ കാലിന്റെ ചോട്ടിലായി പോകും. ഇല്ലേ? അങ്ങനത്തെ അല്ലേ? പ്രത്യേകിച്ച് ഇന്നത്തെ ഏജന്റാ. ഒരു വാക്കുകൊണ്ടാണ് കുടുങ്ങിയ പിന്നെ കഴിഞ്ഞു കഥ. ഇല്ലേ? അങ്ങനെ തന്നെയല്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവിടെ എന്റെ അവരെ അഭിമുഖീകരിക്കുന്ന മുമ്പ് എന്ത് ചെയ്യാ? അവരെ സംസാരിക്കാനായിട്ട് അവിടെ വണ്ടി ഇറങ്ങാൻ പോകുമ്പോ ആ ഇടയിൽ എന്ത് ചെയ്യാ? ഒരു ഫാത്തിഹയും 3 കുല്ലുള്ളവരൊക്കെ എളുപ്പം നടക്കും. നിങ്ങൾക്ക് മനസ്സിലാണല്ലേ പറഞ്ഞത്? ഈ നിയമം പഠിപ്പിച്ചു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞപ്പോ ആയിഷ ബീവി എതിർത്തിരുന്നെങ്കിലോ റളിയല്ലാഹു അൻഹാ. അള്ളാഹു നമുക്ക് പോരാൻ തരട്ടെ. ഇല്ലല്ലോ, ഇല്ല. അതുകൊണ്ട് കൽപ്പിച്ചാൽ വഴിപ്പെടുക. പിന്നെന്താ പെണ്ണിന്റെ മറ്റൊരു കാര്യം, ഭർത്താവില്ലാത്ത നേരത്ത് സ്വന്തം ശരീരം മുഴുവനും സംരക്ഷിക്കുക, ഭർത്താവിന്റെ ധനത്തെയും. അതാ ഖൈറുൻ നിസാ എന്ന് പുണ്യ നബി. ഖൈറുൻ നിസാ ഒറ്റ വാക്കൊണ്ട് പറയട്ടെ മോമിനീങ്ങളെ, പറയട്ടെ. ഇന്ന് ഒരു ഹിന്ദു പെണ്ണ് കേരളത്തിൽ ഏതെങ്കിലും ഒരു അങ്ങാടിയിൽ ഒരു ഹിന്ദു പെണ്ണ് ഷോപ്പിങ്ങിന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ വന്നാൽ തന്നെ ഒരു 5:30, 5:45, 6 മണിയോടുകൂടിയ കിട്ടിയ ബസ്സിന് കയറിപ്പോ. രാത്രി 8:30 മണിയിൽ ഒരു പെണ്ണ് കണ്ടാൽ ഉറപ്പിച്ചോളൂ അവളെ പുറത്തൊരു കറുത്ത കുപ്പായം കൂടി ഉണ്ടാവും. മനസ്സിലായില്ല? കറുത്ത കുപ്പായം ഇന്ന് എല്ലാ തിന്മയും ചെയ്യാനുള്ള ഒരു സിദ്ധറാണ്. നമുക്ക് മനസ്സിലാവണില്ലേ? അവരാരോ ഒരു പൊട്ടത്തരം അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കറുത്ത് ഇട്ടാലൊക്കെ സ്വർഗത്തിലെത്തും. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നി മസ്നഗുഡിയിൽ നിന്ന് ഇറങ്ങുന്ന പോത്താണെന്നാൽ ആദ്യം സ്വർഗത്തിലെത്തുക. കാരണം അള്ളാഹു പോത്തിനെ പഠിച്ച തന്നെ കറുത്ത കുപ്പായം കൊണ്ട. കറുപ്പിട്ടവരൊക്കെ സ്വർഗത്തിൽ പോവുകയാണെങ്കിൽ ആദ്യം എത്തുക, പറയട്ടെ, മസ്നഗുഡിയിൽ നിന്ന് ഇറക്കണ പോത്തായിരിക്കും ആദ്യം സ്വർഗത്തിലെത്തുക. കാരണം അള്ളാഹു അതിന്റെ കുപ്പായം തന്നെ ഒരു വേറുള്ളതിലൊക്കെ വെളുപ്പും ചോപ്പും ഉണ്ടെങ്കിലും പോത്തിലേതായാലും ഇന്ന് വരെ കറുപ്പില്ലാതെ നിന്നോ എന്നുള്ളതും ഈ കറുപ്പിടുന്നവർക്കൊരു പാടായിട്ടായിരിക്കാം. ഈ വസ്തുക്കളിലൊക്കെ അള്ളാന്റെ ചില പാഠങ്ങൾ ഒന്ന് പറയും മനുഷ്യന്മാരെ, എന്തല്ല അങ്ങനെയാണ്. ഇന്നത്തെ പുതിയ കറുപ്പിച്ചികൾക്കുള്ള പാഠമായിരിക്കാം പോത്ത് എന്നാണ് ഞാൻ മനസ്സിലാവും. ക്ഷമിക്കണം, നല്ല പണിയാണ്, ഇതൊക്കെ നല്ലത് തന്നെയാണ്, കറുപ്പൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ രാത്രി 8:30 മണിയായോ ബസ്സൊക്കെ പോയി കഴിഞ്ഞാലും ഒരു പെണ്ണുണ്ടെങ്കിൽ അങ്ങാടിയിലുണ്ടെങ്കിൽ ഓള് നമ്മളാളാ. ഞാൻ പേടിക്കണ്ടല്ലോ. നാട്ടിൽ അറിയപ്പെടുന്ന ഓട്ടോറിക്ഷക്കാരൊക്കെ വളരെ യോഗ്യക്കാരാ. ഒരു പെണ്ണിനെ കൽപ്പാഞ്ചേരിയിൽ മിഞ്ഞാന്ന് കുത്തിക്കൊന്നു. ഒരു ഹിന്ദുവിന് കൽപ്പാഞ്ചേരി കുത്തിക്കൊന്നു. നമ്മൾ ചിന്തിക്കണം. എന്തേ? അയാൾ പ്രത്യക്ഷത്തിൽ പത്രത്തിൽ വന്നത് എന്താ? പിന്നെ അവൻ പൈസ കടം ചോദിച്ചിട്ട് അവള് എന്താ ഒരു മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഒരു തുപ്രാന്റെ മകൻ വേലായുധൻ എന്തോ മനസ്സിലായ എക്സാമ്പിൾ മനസ്സിലാവണില്ലേ പറഞ്ഞത്? പൈസ അവൻ കടം ചോദിച്ചിട്ട് അവള് കൊടുത്തില്ല. അവൻ അവളോട് കടം ചോദിക്കാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി? അത് മനസ്സിലാവണ്ട. ഇത് കൽപ്പഞ്ചേരിയാ മലപ്പുറത്തിന്റെ ഹൃദയ. മലപ്പുറം ലോക ഇസ്ലാമിയത്തിന്റെ കണ്ണാടിയാ. ആരാ മലപ്പുറം? ഈ കൽപ്പാഞ്ചേരി ഒന്ന് ഉച്ചത്തിൽ വിളിച്ച പൊന്നാനിക്ക് കേൾക്കും.
പൊന്നാനിയിലാണ് നമ്മളെ ബാപ്പ മഖ്ദൂം റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്നത്. ലോക ഇസ്ലാമിന്റെ നേതാവായിരുന്നു മഖ്ദൂം റളിയല്ലാഹു അൻഹു. നാണുണ്ടോ നമുക്ക്? നശിപ്പിച്ചില്ലേ നമ്മളിതൊക്കെ? അക്കൽപ്പഞ്ചേരിയിൽ നിന്ന് വിളിച്ചാൽ ബഹുമാനപ്പെട്ട മമ്പുറം റളിയല്ലാഹു അൻഹുവിന്റെ അവിടേക്ക് കേൾക്കും. അവിടെ നിന്ന് വിളിച്ചാൽ പാണക്കാട്ട പൂക്കോയന്റെ മഖബറയിലേക്ക് കേൾക്കും റളിയല്ലാഹു അൻഹു. അവിടെ നിന്ന് വിളിച്ചാൽ ബഹുമാനപ്പെട്ട മഹാനായ ഉമർ ഖാലിയുടെ മഖബറയിലേക്ക് കേൾക്കൂലേ? ആരാ ഉമർ ഖാലി? മദീനത്ത് വന്ന മാ ജഫ ദമുൻ സലമിൻ ഐനൈനി ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദിൽ കൗനൈനി ഹയ്യൻ വമൈതൻ ഫിത്തുറാബി റമീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന പാട്ടുപാടി റൗളയുടെ കവാടം തുറപ്പിച്ചവനാണ് ഉമർ ഖാലി. നമ്മളെ വാപ്പമാരാണ്. ആ നാട്ടിന്റെ കഥ നമ്മളെ കാലായപ്പോ എന്തായി? നമ്മളെ പെണ്ണുങ്ങളോട് വേറെ ഇഷ്ടം കടം ചോദിച്ചപ്പോ കൊടുക്കാത്തയും കുത്തി കൊന്നു. അതിന് സാഹചര്യമാണല്ലോ. എന്തേ അതിവിടെ ആഭിജാത്യമുള്ള കുടുംബങ്ങൾ ഇവിടെ എന്ന് തുടങ്ങിയതാ? എന്തേ അങ്ങനത്തെ ഒരു കുത്തിക്കൊല ഇവിടെ എല്ലാഞ്ഞു? മനസ്സിലായില്ലേ? കഴിഞ്ഞ കൊല്ലം മലബാറിലെ പ്രമുഖമായ ഒരു കുടുംബത്തിലെ ഒരു പെണ്ണിനെ അടുക്കളയിലിട്ട് കുത്തി ഏതോ ആണ്ടിപ്പെട്ടിയിൽ നിന്ന് വന്ന ഒരു അണ്ണൻ. അവളും അവനും ഒറ്റക്കായ നേരം ആ വീട്ടിൽ. ഞാൻ വിശദീകരിക്കണില്ല. പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറഞ്ഞത്? പഠിച്ചോനെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്തെങ്ങനെയായത്? രാത്രി 9-9:30 മണിക്കൊക്കെ ഒരു പെണ്ണും ഒരു ഓട്ടോറിക്ഷയിൽ പോയി കണ്ടാ ഉറപ്പിച്ചോളൂ ആ പെണ്ണ് മുസ്ലിമാണ്. ഉറപ്പിച്ചോളൂ അവളെ ഭർത്താവ് ഒന്നിരിക്കൽ ബിസിനസ്മാനാണ്, അല്ലെങ്കിൽ ഗൾഫിലാണ്. അവൾക്കിപ്പോ പേടിക്കാവുന്ന ഒരാൾ ഇപ്പൊ ഈ ലോകത്ത് ഇല്ല. അല്ലെങ്കിൽ നമുക്കിപ്പോ ആർക്കാ മുസ്ലിമീങ്ങൾക്ക് പേടിക്കാം? ഇന്ന് പോരാ ഞാന് ദുബായ് എയർപോർട്ടിൽ നിന്ന് വരിക. അങ്ങനെ ചിന്തിക്കണം കേട്ടാ. ഈ എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റിലാണ് വന്നത്. എമിറേറ്റ്സിന്റെ വണ്ടിയിലും ഫ്ലൈറ്റിൽ മുഴുവൻ ഒരു തൊട്ട് മുന്നിൽ ഞാൻ വന്ന ഫ്ലൈറ്റിലുണ്ട്. തൊട്ട് മുന്നിൽ സിനിമ കാണാനുള്ള സ്ക്രീൻ സൗകര്യം. ഇംഗ്ലീഷുകാരൊക്കെ ഉണ്ട്, അവരൊക്കെ കാണും, സിനിമയൊക്കെ കാണാം. അവർക്കൊക്കെ എന്തുകൊണ്ട് ഒരു ഹിയർ ആഫ്റ്റർ എന്നൊരു ബോധം സത്യത്തിൽ അവർക്ക് ഇല്ലല്ലോ. അവർക്ക് ഇതിനപ്പുറം ഒരു വിശ്വാസവും ലോകത്തിലെ വിശ്വാസവും അവർക്ക് ഇല്ല. തൊട്ടടുത്തിരിക്കുന്ന അറബി കുടുംബം ഗെയിം കളിക്കുക, സിനിമ ആണ്, ഗെയിം കളിക്കുക. എവിടെ ഇരുന്ന് ഫ്ലൈറ്റിലിരുന്ന്. എന്താ ഫ്ലൈറ്റ്? എന്താണത്? അതൊന്ന് ചിന്തിക്ക്. അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിളന മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. പറന്നു പോകുന്ന പറവകളെ അവർ കാണുന്നില്ലേ? ആ പറവകൾ താഴെ വീഴാതെ പിടിച്ചു നിർത്തുന്നത് അത് താഴെ വീഴാതെ പിടിച്ചു നിർത്തുന്നത് ആര് മാത്രം? അല്ലാഹു മാത്രമെന്ന ഖുർആന്റെ അനുയായിയോ? നശിച്ചിട്ടില്ലേ? നമ്മളെ സംരക്ഷിക്കണമെന്ന ഉത്തരവാദിത്തം അല്ലാഹുക്ക് ഉണ്ടാ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുസ്ലിമീങ്ങളെ, പഠിച്ചോനെ, എന്തേ നമ്മളൊക്കെ എങ്ങനെയായി പോയത്? നഷ്ടപ്പെട്ട ജനതയല്ലാതെ അള്ളാഹുവിന്റെ ശിക്ഷയെ നിർഭയരാകാതിരിക്കുകയില്ല. അവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ ശിക്ഷയെ പറ്റി ബോധമില്ലാതിരിക്കുകയുള്ളൂ. മുഅ്മിൻ എപ്പോഴും അള്ളാഹ് എപ്പോഴും ബോധമുണ്ടാവും. ഞങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു തരണ. ഹബീബ റസൂലുള്ളാഹിക്ക് ഇടി വെട്ടിയാല് ഒന്നങ്ങോട്ട് പള്ളിയിൽ കയറും, ഒന്നിട്ട് വീട്ടിൽ കയറും, ഒന്നാട് പള്ളിയിൽ കയറും, ഒന്നാട് വീട്ടിൽ വരും. എന്ത് നിങ്ങൾ എന്റെ ഒപ്പം ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ പിരിയാ. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടാ? റസൂലുള്ളാഹിക്ക് ഇടി വെട്ടിയാലേ പേടിയാ. നമുക്ക് എന്ത് പേടിയാ? അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി നല്ലത് നമ്മളാണല്ലോ. തിരിയണില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹബീബ റസൂലുള്ളാഹിക്ക് ഇടിവെട്ടിയാല് പേടിയാണ്. പുണ്യ നബിക്ക് പേടിയാണ്. ഇടിയുടെ ദിക്റന്നെ പേടിയുടെ ദിക്റന്നെ.
സുബ്ഹാന മൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖൈഫതിഹി. ഒരു മൂന്നോട്ടം ചൊല്ലി നോക്കൂ. അതാ ഇടിന്റെ ദിക്ർ. ഒന്ന് പറയ്. സുബ്ഹാന മൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖൈഫതിഹി. സുബ്ഹാന മൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖൈഫതിഹി. ഇത് ചില പ്രധാനപ്പെട്ട സുന്നത്താ. ഇടി വിട്ടുന്നത് കേട്ടാൽ ദിക്റന്നെ പേടിയാ. അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഒരു മൂന്നോട്ടം ചൊല്ലി അർത്ഥം ഞാൻ പറഞ്ഞുതരാം. പഠിക്ക ഇതൊക്കെ ജീവിതത്തിൽ പുറത്ത് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാന സുബ്ഹാന മൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖൈഫതിഹി. സുബ്ഹാന മൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖൈഫതിഹി. സുബ്ഹാനമൻ ഒരുത്തൻ പരിശുദ്ധനല്ലോ. യുസബ്ബിഹു റഅദു ബിഹംദിഹി ഈ ഇടിനാദം പോലും തസ്ബീഹ് ചൊല്ലുകയാണല്ലോ. വൽ മലായികതു മലക്കുകളും ഈ ഇടിനാദവും മലക്കുകളും തസ്ബീഹ് ചൊല്ലുന്ന ഒച്ചയാണ് കേൾക്കുന്നത്. മിൻ ഖൈഫതിഹി അല്ലാഹുവിനെ ഭയപ്പെട്ടതിനാൽ. മനസ്സിലായില്ലേ? മനസ്സിലാവണ്ട പറഞ്ഞത്. ഇടിയിൽ ചെല്ലുന്ന ദിക്റിന്റെ ഉള്ളിൽ തന്നെ എന്താണുള്ളത്? പേടിയാ. മനസ്സിലായി? എന്താണുള്ളത്? പേടി. കണ്ടില്ലേ? സുബ്ഹാന മൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖൈഫതിഹി. ഇടി വെട്ടിയാ പേടിയാ പുണ്യ നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അല്ലാഹുവിന്റെ ശിക്ഷ എപ്പോഴും വരുമോ എന്നുള്ള പേടിയാ. ആർക്ക് പേടിയാ? വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. എന്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് പേടില്ല? എന്റെ ആ ഫ്ലൈറ്റിൽ നിന്ന അന്തം വിട്ടവന് പേടില്ലാഞ്ഞു? എന്റെ ആ അറബിക്ക് പേടില്ലാഞ്ഞു? ആ മുക്ക് പിടിച്ചവൻ എന്തേ പേടില്ലാഞ്ഞു? പഠിച്ചവന്റെ ഈമാൻ കൽബിന്റെ ഉള്ളിൽ അങ്ങോട്ട് കയറിയില്ല. ഇദാ ഹദത ബിസ്സമായി മിൻ ഹുസൂഫി ശംസിൻ ഔ ഖബരിൻ. ആകാശത്ത് ഒരു കറുത്ത അടയാളം കാണുമ്പോഴത്തിന് ഇനി എവിടുന്നാണത് ഇതൊന്ന് നോക്കിക്കാണാന്നുള്ള ഉപകരണം നോക്കുന്ന പണിയായിരുന്നില്ല പുണ്യനബിക്ക്. സ്വല്ല വേഗം നിസ്കരിക്കും. ഏതുവരെ? രണ്ട് റക്അത്ത്. ഹത്താ യതജല്ലാ ആ കറുപ്പ് നീങ്ങി പോകുന്നത് വരെ. നബിക്ക് പേടിയാ. ഇന്ന് ഫ്ലൈറ്റിൽ ഇരിക്കണം, സിനിമ പേടിയുണ്ടാ? ആര്? മുസ്ലിം ഖുർആൻ അനുയായി. നമ്മൾ ചിന്തിക്കണം. പിന്നിട്ടു ഞങ്ങളെ കൈകളിൽ നിന്നും ഖുർആൻ തിരുവേദം ഖുർആൻ ഇന്ന് കയ്യിൽ നിന്ന് വീണു പോയിരിക്കുന്നു. ഖുർആനെ പഠിക്കുന്നതിൽ നാം അഭിമാനിക്കുകയും ചെയ്യും. ഞാനിവിടെ അർദ്ധവിരാമം ചെയ്യുകയാണ്. നാളെ പ്രവാചക ചര്യയെ കുറിച്ചാണല്ലോ വാക്ക്. നമുക്ക് ഇതിന്റെ ബാക്കി നാളെ പറയാം. മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. നമുക്ക് ലേശം മദഹുർ റസൂലും പിന്നെ നബിചര്യ വേണ്ടത് ഇന്റെ കുടുംബത്തിലും ഇന്നിലും ഇന്റെ ഭാര്യയിലും. അൻഫുസക്കും വഅഹ്ലീകും നാർ. നമ്മൾക്ക് ഓരോരുത്തരും ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിലേക്ക് ഞാനും എൻ്റെ കുട്ടികളും നമ്മളെല്ലാവരും ചെറുപ്പക്കാരും ഞാൻ എൻ്റെ മക്കളെപ്പോലെ നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നവരാ. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാ. നമ്മളൊക്കെ ഒന്നാണ്. അബോധം നമുക്കൊക്കെ ഉണ്ടാവണം. ഞാൻ നിങ്ങളോട് ഈ ഇതൊക്കെ മാറിയിട്ട് ഇങ്ങോട്ട് അടുത്തിരിക്കുന്നു പറഞ്ഞത് എനിക്കിൻ്റെ ഒരു 2.5 മണിക്കൂർ നിങ്ങൾ തന്നെ പണിയെടുത്ത് പോകലല്ലോ ആവശ്യം. നമുക്കൊരു നേട്ടം ഉണ്ടാവണം. നമ്മളൊക്കെ രക്ഷപ്പെടണം. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാ. നമുക്കൊക്കെ സ്വർഗം കിട്ടണം. നമ്മൾ നാട് നന്നാവണം. ഈ അക്രമികളായ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നമ്മളുടെ ഇടയിൽ ഒരു സലാഹുദ്ദീൻ ജനിക്കണം. അള്ളാഹു ജനിപ്പിച്ചു തരട്ടെ. ഒരു സലാഹുദ്ദീൻ അള്ളാഹു നമുക്ക് തരട്ടെ. അള്ളാഹു ഇനി ഒരു സലാഹുദ്ദീനെ തരട്ടെ. ഒരു സലാഹുദ്ദീനെ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിനക്കറിയോ, ഞാൻ പത്രം എടുത്തു നോക്കിയപ്പോ എന്റെ മനസ്സല്ല ഞാൻ കരഞ്ഞു. പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് ഞങ്ങളുടെ പ്രസ്താവന മലപ്പുറം കലാപഭൂമിയാക്കരുത്. എനിക്ക് തോന്നുന്ന സ്വതന്ത്ര ഭാരതത്തിൽ അങ്ങനത്തെ ഒരു വാർത്ത ആദ്യമായിരിക്കും. 947 ശേഷം ഒരു മുസ്ലിം പണ്ഡിതനോ നേതാവോ മലപ്പുറം കലാപഭൂമിയാക്കരുത് എന്ന് പറയേണ്ട അവസ്ഥ ഇന്നുവരെ വന്നിട്ടില്ല.
എന്തെങ്കിലും അങ്ങനത്തെ വാക്ക് കേട്ട് നിങ്ങൾക്ക് ഓർമ്മണ്ട? അതൊക്കെ ഉണ്ടായത് നമ്മളെ കാലത്താ. എന്തുകൊണ്ട്? നമ്മൾ തകർന്നു പോയതാ. നമ്മളെ കുടുംബം തകർന്നതാ, നമ്മളെ വീട് തകർന്നതാ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഇതിൻ്റെ അവിടുന്ന് നമുക്ക് ഈ തറയിൽ നമുക്ക് ബാക്കി നാളെ പറയാം. എന്ത് ഹെഡിങ് പറഞ്ഞാലും അള്ളാഹുവിലേക്കുള്ള മടക്കത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നേരെ ഇനിയും താമസിപ്പിക്കാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആമീൻ. തങ്ങളമാരെയൊക്കെ സമ്മതപ്രകാരം, ഉസ്താദ്മാരെയൊക്കെ സമ്മതപ്രകാരം ഞാൻ ദുആ ചെയ്യാം. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد. اللهم بحرمة هذا النبي الكريم وآله وصحابه الصادقين النهجه القويم جعلنا من خيار أمته. اللهم اجعلنا من خيار أمته. اللهم اجعلنا من خيار أمته واسترنا بذيل حرمته واستعمل ألسنتنا في مدحه ونصرته وأحينا مستمسكين بطاعته ومحبته وأمتنا على سنته وجماعته. اللهم أمتنا على سنته وجماعته. اللهم أمتنا على سنته وجماعته. اللهم أدخلنا معه الجنة. اللهم أدخلنا معه الجنة. اللهم أدخلنا معه الجنة. അല്ലാഹുവേ, ഞങ്ങളെ പുണ്യ നബിയോടുകൂടെ സ്വർഗ്ഗത്തിലാക്കണമേ റബ്ബ്. ഞങ്ങളെ പുണ്യ നബിയോടുകൂടെ സ്വർഗ്ഗത്തിലാക്കണമേ റബ്ബ്. وأنزلنا معه في قصورها فإنه أول من ينزلها. اللهم وارحمنا به يوم يستشفع به الخلائق فترحمها. اللهم إنا قد حضرنا قراءة مولد نبيك الكريم فافض علينا ببركته لباس العز والتكريم واسكننا بجباله في دار النعيم. മുസ്തഫ നബിന്റെ ചാരെ ഞങ്ങളെ താമസിപ്പിക്കണമേ റബ്ബേ. മുസ്തഫ നബിന്റെ ചാരെ ഞങ്ങളെ താമസിപ്പിക്കണമേ റബ്ബേ. മുസ്തഫ നബിന്റെ ചാരെ ഞങ്ങളെ താമസിപ്പിക്കണമേ റബ്ബേ. ونعمنا في الجنة بالنعيم المقيم. اللهم إنا نسألك بجاه هذا النبي المصطفى وآله أهل الصدق والوفاء كلنا معينا ومسعفا وضبئنا من الجنة غرفا وارزقنا بجاهه عندك قبولا وعزا وشرفا. اللهم إنا نتوسل إليك بنبيك المختار وآله الأطهار وصحابه الأخيار. كفر عنا الذنوب والأوزار واحرسنا من جميع المخابث والأخطار واجمع بيننا وبينه في دار القرار وتقبل منا ما قدمناه من يسير أعمالنا في الإعلان والإسرار. الله രക്ഷപ്പെടുത്തണമേ റബ്ബുരാനെ, രക്ഷപ്പെടുത്തണമേ റബ്ബേ, രക്ഷപ്പെടുത്തണമേ റബ്ബേ. റബ്ബേ, നിന്റെ മദതില്ലെങ്കിൽ ഇനി മുസ്ലിം ഉമ്മത്തിന് ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്ര തകർന്നു പോവാൻ. പഠിച്ചോനെ, ഒരു പ്രതീക്ഷ ഉണ്ടാകുമെന്ന് തോന്നിയിട്ട് ആ പ്രതീക്ഷ അസ്തമിക്കണ ഒരു സാഹചര്യം കാണാം. പഠിച്ചോനെ, ഇതിനൊക്കെ പ്രതീക്ഷയുള്ള ഒരു ജനത ഇവിടെ വരണമേ തമ്പുരാനെ. അല്ലാഹുവേ, അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീന ലാ യഖാഫൂന ലൗമത ലായിം. ഒരു ധീരന്മാരായ ചുണക്കുട്ടികളായ ഒരു സമൂഹത്തെ ഞങ്ങൾക്ക് കൂടെ ഉണ്ടാക്കണമേ തമ്പുരാനെ. ഞങ്ങൾക്കൊരു നല്ല നേതൃത്വം നൽകണമേ റബ്ബ്. ഞങ്ങളൊരു ചേരുംപടി ചേർക്കപ്പെട്ട സമുദായമാക്കരുതേ റബ്ബേ. ഞങ്ങളെ ഖുർആന്റെയും ഹദീസിന്റെയും ജനതയാക്കി മാറ്റണമേ റബ്ബേ. ആ ശക്തി ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. അതിലേക്ക് ഞങ്ങൾ മടങ്ങിപ്പോകാൻ എന്തൊക്കെ ആവശ്യമാണോ, അതുവഴി നിന്റെ സഹായം ലഭിക്കാൻ എന്തൊക്കെ വേണോ, അതെല്ലാം നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ ശിക്ഷക്ക് പാത്രീഭൂതരായ ഈ ദില്ലത്ത് ഒരു ഉമ്മത്തിന്റെ ദില്ലത്ത്, ആ ഉമ്മത്തിന്റെ മേൽ അക്രമികൾ ഭരണാധികാരികളാകലാണ്. അക്രമികളുടെ വാക്കുകൾക്ക് അവർ വഴിപ്പെടേണ്ടി വരികയാണ്. അതാണ് ഒരു ഉമ്മത്തിന്റെ ദില്ലത്ത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ലോകം